രാവിലെ 7 മണിക്കാണ് യെല്ലോ കാറിൽ പായിൽ നിന്ന് മേ ഹോങ് സോണിലേക്ക് പുറപ്പെട്ടത്. തായ്ലൻഡിലെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമാണ് യെല്ലോ കാർ. കുറേ മല കയറി ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കോടമഞ്ഞു മൂടിയ റോഡുകളൊക്കെ താണ്ടി സ്ഥലത്തെത്തിയപ്പോൾ അതേ വണ്ടിയിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് അവർ പോകുന്ന മലമുകളിലെ ഒരു ചൈനീസ് ഗ്രാമത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്ലാന് നൈസായിട്ട് അങ്ങോട്ട് മാറ്റി. പിന്നെ നേരെ ആ വണ്ടിയിൽ തന്നെ വ്യത്യസ്തമായ ബാൻ രാക് തായ് എന്ന ചൈനീസ് ഗ്രാമത്തിലേക്ക്. 1.5 മണിക്കൂറോളം വണ്ടിയിലിരുന്ന് വീണ്ടും കുറേ മലയൊക്കെ കയറി അവിടെ എത്തി. ആദ്യം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് മെനുവിലെ ചിത്രം നോക്കി ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ റൂം നോക്കാൻ വേണ്ടിയിട്ടേ ഇറങ്ങിയതാണ്. അവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു, അവരോട് ബഡ്ജറ്റ് റൂംസ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു വില്ലേജിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോയിട്ട് സംഭവം കണ്ടതാണ്. ഇത് കണ്ടാവോ, ഒരു ലേക്ക് പോലത്തെ സംഭവം. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ദാൽ ലേക്കിലൊക്കെ പോലത്തെ കുറേ വള്ളങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ മഴ പെയ്തത് കൊണ്ട് ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ മൂടിയിട്ടേക്കാണ് കണ്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ലേക്കാണ്. അതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ പ്രത്യേക തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ, അതൊക്കെ കുറേ എണ്ണം ഹോട്ടലുകളും വീടുകളൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയില്ലേ. അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കാൻ മഴ സമ്മതിക്കുന്നില്ല. മഴ ഇങ്ങനെ ഇടയ്ക്ക് കൂടുന്നു, ഇടയ്ക്ക് കുറയുന്നു. ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് കുറേ റൂമുകൾ ഉണ്ട് എന്നാണ് ആ ഹോട്ടലിലത്തെ റിസപ്ഷനിസ്റ്റ് ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ. പോയി നോക്കാം. കണ്ടോ അങ്ങോട്ട് മലയുടെ മുകളിലേക്കൊക്കെ വീടുകൾ കണ്ടോ. റൂമുണ്ടോ ചോദിച്ചാണ്. അവർക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാകുന്നില്ല. 800 ഇവിടെ ഒരു അമ്മച്ചി റൂമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരും കുറച്ചധികം റേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയുള്ള റൂമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വിളിച്ച് ചോദിക്കുകയാണ് എവിടെയോ. നമുക്ക് ചെറിയ റൂം പോലെ വലിയ സൗകര്യമൊന്നും വേണമെന്നില്ലല്ലോ. ബഡ്ജറ്റ് റൂമല്ലേ നമ്മുടെ ലക്ഷ്യം. ഇവിടെ സംഭവം നല്ല രസമുണ്ട്, സ്ഥലം അടിപൊളിയാണ്. എന്നോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ അമ്മച്ചി നല്ല പ്രായമുണ്ടേ, അങ്ങനെ കയറിപ്പോന്നു. ഈ സ്റ്റെപ്പാണെങ്കിലോ സാധാരണത്തേക്കാളും കുറച്ച് ഹൈറ്റും കൂടുതലുണ്ട്. അമ്മച്ചിക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മുകളിൽ വേറൊരാളടുത്തേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ അടുത്തുള്ള ബഡ്ജറ്റ് റൂംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബുക്ക്ഡാണ്. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൂടി നടന്നു നോക്കിട്ടോ. നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കൽ നിർബന്ധമാണ്, എന്ത് തന്നെ വന്നാലും വേണ്ടില്ല. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ ഒരു ഹോം സ്റ്റേ കിട്ടി. ചെറിയ സെറ്റപ്പാണ്, പക്ഷേ നല്ല വൃത്തിയുള്ളൊരു സംഭവമാണ്. 400 ബാത്തിന് കിട്ടി, അടിപൊളി. അപ്പോൾ ഞാൻ റൂം എടുത്തു, ബാഗ് അവിടെ വെച്ചിട്ട് പുറത്തിറങ്ങിട്ടോ. നമുക്ക് ഇന്ന് ബാക്കിയുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ മഴ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴി ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കാം. ബാൻ രാക് തായ് അതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ബാൻ രാക് തായ് വില്ലേജ് എന്ന് പറയും. അതായത് തായ് ലവിങ് വില്ലേജ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതൊരു ചൈനീസ് സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ. അതായത് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും ചൈനക്കാരാണ്, ചൈനീസ് വംശജരാണ്. 1940കളിൽ ചൈനയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവുകയും അതിൻ്റെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തതോടെ പരാജയപ്പെട്ട കുമിൻതാങ്ങിൻ്റെ സൈനികർ കുറേ പേര് അവിടുന്ന് പലായനം ചെയ്തു കേട്ടോ, നാട് വിട്ടുപോയി. അവരെത്തിച്ചേർന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡിൻ്റെ വടക്കേ അറ്റത്ത് തായ്ലൻഡ് മ്യാൻമർ ബോർഡറിലുള്ള മൈ ഹോങ് സോൺ പ്രൊവിൻസിൽ ഈ പർവ്വത പ്രദേശത്താണ് അവരെത്തുന്നത്. അങ്ങനെ അവരിവിടെ താമസാക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട് വരികയും അവരുടെ കൂടെ താമസിക്കുകയും ചെയ്ത് കാലക്രമേണ ഇവിടെ ഒരു ശക്തമായ സ്വാധീനമുള്ള ചൈനീസ് കമ്മ്യൂണിറ്റി, ചൈനീസ് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കപ്പെടുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ആൾതാമസം ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. കുമിൻതാൻ സൈനികർ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഭാഷയും അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും ഒക്കെ കൂടെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സെറ്റിൽമെൻറ്റ് ആരംഭിച്ചിട്ട് ഡീക്കേഡ്സ് കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ ഇവർ സംസാരിക്കുന്നത് ചൈനീസ് മാൻഡറിൻ ഭാഷ തന്നെയാണ് ഭൂരിഭാഗം പേരും. വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയങ്ങളിൽ അവർ ഈ തായ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം. ഇവരുടെ ഭക്ഷണ രീതിയാണെങ്കിലും ചൈനീസ് യുന്നാൻ പാചക രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു മിക്ക റെസ്റ്റോറൻറ്റുകളും ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ്. ചൈനയിലുള്ള മിക്ക ആചാരങ്ങളും ആഘോഷങ്ങളും ഇവിടെ ഇവർ പിന്തുടരുന്നുണ്ട്. ശരിക്കും ചൈനയിൽ എത്തിപ്പെട്ടതുപോലെ തന്നെയുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ ഈ ബാൻ രാക് തായ് വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇവിടുത്തെ ഭക്ഷണ രീതിയാണ് കേട്ടോ. അതായത് ചൈനയിലെ യുനാനീസ് ട്രഡീഷണൽ പാചക രീതിയിലുള്ള ഭക്ഷണശാലകൾ ഇവിടെ ഒരുപാടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി മാത്രം തായ്ലൻഡ് സ്വദേശികൾ ഇങ്ങോട്ട് മല കയറി വരാറുണ്ട് ഇത്രേ.
ആ ഒരു പാചക രീതിയും ഇവർ കൈമോശം വരാതെ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ലേക്കില്ലേ, അത് സെൻട്രൽ ലേക്കാണ് കേട്ടോ. ആ ഒരു തടാകത്തിന് ചുറ്റുമാണ് ആദ്യം ഇവിടെ വന്ന ആളുകൾ അവരുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഏതൊരു സ്ഥലത്തും ആളുകൾ ആദ്യമായിട്ട് താമസിക്കാൻ തുടങ്ങുന്നത് ഒരു ജലാശയത്തിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഈ ലേക്ക് നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ നൽകിക്കൊണ്ട് ശാന്തമായിട്ട് നമ്മളിങ്ങനെ വെൽക്കം ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് മൂന്നാർ പോലെ തോന്നി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോഴും ഏകദേശം അതുപോലൊക്കെ തന്നെ കേട്ടോ. ഈ ഹൈ റേഞ്ചാണ്, ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട്, ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവാണ് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ല, റൂമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. നമ്മൾ ചിയാങ്മായ് ടൗണിൽ 300 ഭാഗത്തിന് താമസിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റൂമിൽ. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റാൻഡം റോട്ടിൽ കൂടി ഇങ്ങനെ നടന്ന് ഒരു കുന്ന് കയറാൻ കേട്ടോ. ഇതെങ്ങോട്ടുള്ള വഴിയാണെന്ന് എനിക്കറിയില്ല. അപ്പുറത്തെ റോട്ടിൽ കൂടി പോകാൻ നോക്കിയപ്പോൾ ഒരു പട്ടി കുറച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പട്ടികളാണ് പ്രശ്നം. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കാൻ പോകുമ്പോൾ വലിയ പാടാണ്. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ആ റോഡ് ഒന്ന് വളഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. ഇത് മിക്കവാറും ടൗണിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്താനായിരിക്കും സാധ്യത. ഇതാണ്ടോ ചെറിയ ടെൻറ്റ് പോലത്തെ സംഭവം, ഇതെന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അതൊക്കെ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചെറിയ റൂമുകളും ചെറിയ ടെൻറ്റുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇവർ താമസിക്കുന്ന വീടുകളുടെ ഇടയിൽ കൂടെ തന്നെ നിറയെ ഹോം സ്റ്റേകളും ഇങ്ങനെയുള്ള ടെൻറ്റുകളും ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ഇതൊക്കെ, ഇതും ടെൻറ്റാണോ? ഇത് ടെൻറ്റല്ലേ, ഇതും ടെൻറ്റാണ് കേട്ടോ. കണ്ടോ ചെറിയ ടെൻറ്റുകൾ, ചെറിയൊരു സ്പേസിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ ചോളക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതൊക്കെ ഇവർ താമസിക്കുന്ന വീടുകളാണ്. ചെറിയ വീടുകളാണ് കേട്ടോ. വളരെ അപൂർവമായിട്ടേ വലിയ വലിയ വീടുകൾ കാണുള്ളൂ. വളരെ ചെറിയ ചെറിയ വീടുകളാണ്. ഒരു വാക്ക് പോലും ഇവർക്കൊന്നും ഇംഗ്ലീഷ് അറിയുന്നില്ല. ഞാൻ ഒരാളെങ്കിലും കിട്ടുവാണെങ്കിൽ അയാളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കുറേ പേരോട് ഞാൻ ചോദിക്കുന്നു. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേക്കും അവർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ അറിയില്ല എന്ന് പറയാണ്. എന്തോ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഐഡിയ ഇല്ല എന്താന്ന്. വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. അങ്ങനെ ആ റോഡ് ഇങ്ങോട്ട് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഞാൻ വന്ന് വണ്ടി ഇറങ്ങിയില്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടോ. അതായത് നമ്മുടെ ആ ലേക്കിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ ഈ കാണുന്ന കെട്ടിടം കണ്ടോ, പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ താഴത്ത് കുറേ കടകളൊക്കെയാണ്. മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൂംസ് ഉണ്ട്, ഹോട്ടലുണ്ട്. ഈ താഴത്ത് ഈ കാണുന്ന കടകളൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് കടകൾ ഇപ്പോൾ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ കണ്ടു കേട്ടോ. നമ്മുടെ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഗാന്ധി ഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തനത് സ്പൈസസിൻ്റെ ഒക്കെ കുറേ ഷോപ്പുകൾ കണ്ടിട്ടില്ലേ, അതുപോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവരുടെ മാൻഡറിൻ ലാംഗ്വേജ് ആയിരിക്കും. അത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ പണിയാണ്, നടക്കില്ല. പക്ഷേ ഇങ്ങനെ കുറേ ഉണ്ട് കടകളെ. ഇതൊക്കെ ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ട് ഉള്ളതായിരിക്കും. So what is your YouTube channel? I don't have a YouTube channel. Okay. I don't have. Okay, you can start it now. Yeah. It's very simple. Yeah. Okay. So what is your YouTube channel? ഞാൻ നടക്കുമ്പോൾ ഒരു 3-4 പേരെ കണ്ടു കേട്ടോ. I am speaking here. Okay. അവർ മ്യാൻമാറിൽ നിന്നുള്ളവരാണ്, മ്യാൻമാറിൽ നിന്ന് വന്നവരാണ് കേട്ടോ. അപ്പോൾ അവർ ആ ബോട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഓക്കെ പ്രറ്റി വുമൻ. പ്രറ്റി വുമനാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയും. അപ്പോൾ അവർ ഈ നമ്മുടെ ഈ ലേക്കിലുള്ള ബോട്ട് റൈഡിന് പോവാണ്. അപ്പോൾ ഇന്നെ അവർ ഇൻവൈറ്റ് ചെയ്തു വരുന്നുണ്ടോ വെച്ചിട്ട്. ഇത് ഇവരാണ് കേട്ടോ, ഒരു 3-4 പേരുള്ള ടീമാണ്. ബോട്ടിലേക്ക് പോകുമ്പോൾ ബോട്ട് അങ്ങോട്ട് പോവുകയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. He is her daughter. My daughter. Hi. Yeah. Hello. Her name is Kitty. Kitty. Yeah. Kitty. Kitty. Oh, nice name. And then her channel is on TikTok. Is
Kitty also. Kitty awesome. Yeah. You follow So that. you Oh, can, sure, 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 sure. I can follow. Okay, sure, sure. Okay. Hi, Sawadika. Sawadika. I am Kitty. I am Kitty. Kitty, nice What's your name. name? Nice name. What's your name? My name is Ashraf. 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 Ah. Where are you come from? Where are you come from? I'm from India. India. Oh, In which class you studying? nice city. Thailand. Thailand. The mother is Hama. Myanmar. Myanmar. Mother. Mother Myanmar. Okay. Me also. She born in Okay. I'm from Thailand. Myanmar. So we are pretty women. Oh. This come from Myanmar. So Myanmar is pretty You women. living here now? You living here now? Yeah, I live in at Bangkok. Bangkok. Yeah, and then I will come and visit her. Oh, okay. Just a vacation. നമ്മളങ്ങനെ ബോട്ടിൽ പോകാൻ തുടങ്ങിട്ടോ. സംസാരിച്ചിട്ട് സമയം തരുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സമയം തരണ്ടേ? ഒരു രക്ഷയില്ല. ബോട്ട് അടിപൊളിയാണ് കേട്ടോ. തുഴയുന്ന ബോട്ടാണ്. ബാക്കിൽ ഇരുന്നിട്ട് ഒരാളാണ് തുഴയുന്നത്. ബോട്ടിന്റെ സെന്ററിൽ ഒരു ബെഞ്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചായ ഉണ്ട്. ചായ എവിടെ ചെന്നാലും ഫ്രീ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ചായ ഇരിപ്പുണ്ട്. ഇവന്മാര് ഫുള്ള് വൈബ് ടീംസ് ആട്ടോ. ഇവര് ഫ്രണ്ട്സ് ആണ്. അത് ഒരാളുടെ മക്കളാണ് കേട്ടോ. അത് ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്. ഈ പുള്ളിക്കാരി ബാങ്കോക്കിൽ ജോലി ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ഒരു ലോങ് വെക്കേഷൻ ആണ്, 4-5 ദിവസം ഇവർക്ക് ലീവാണ്. അതുകൊണ്ട് അവരിങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ, ഇതിൽ ഒരാളിപ്പോ തുഴയുന്ന സാധനം ഒരെണ്ണം വാങ്ങിച്ചിട്ട് പുള്ളിക്കാരി തുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കുണ്ടല്ലോ പലപ്പോഴും കാശ്മീരിലെ ദാലിലേക്ക് കൂടി പോകുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലേക്കാണ്. അതിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ബോട്ടുകൾ. You told me you came here because of your political situation. No, I don't want to. You don't want to share this? I don't want to see that. What happened? Because some of the religion in Myanmar, I don't want to affect them. Oh, okay, You know. okay. Please. Political and religious Yeah, issues. political And is religious. everyone affected. This thing. Because I don't want to say that. Okay, I don't want okay, to okay. say that. Yeah. It's cute. It's okay, no problem. I'm just asking. പുള്ളിക്കാരനോട് പറഞ്ഞിരുന്നേ അവരുടെ രാഷ്ട്രീയ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അവര് മ്യാൻമാർ വിട്ടിട്ട് തായ്ലൻഡിലേക്ക് വന്നത് കേട്ടോ. ഇവരില് 2 പേര് ഓൾറെഡി തായ്ലൻഡിൽ സെറ്റിൽഡ് ആണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച ആള് ആക്ച്വലി ഇപ്പൊ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അവര് ബാങ്കോക്കിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാണ് ജസ്റ്റ് എന്താണ് നിങ്ങൾ പറഞ്ഞ പ്രശ്നം, അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വന്തം രാജ്യം വിട്ട് ഓടിപ്പോരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്കത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ബാക്കി ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സോറി എന്ന് പറഞ്ഞു കേട്ടോ. നമുക്കറിയാലോ നിലവിൽ ഇപ്പോൾ പോലും മ്യാൻമറിൽ കുറേ ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതുവഴിയൊക്കെ പോകാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട്. അത് കുറേ ബോർഡേഴ്സൊക്കെ ക്ലോസ്ഡ് ഒക്കെയാണ്. അവിടെയൊക്കെ നോക്കുമ്പോൾ കണ്ടോ ആ ഒരു കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ ഈ മൂന്നാറിലൊക്കെ കാണുന്ന പോലെ തന്നെ അല്ലേ ഈ മലഞ്ചെരുവുകളിൽ ഇങ്ങനെ റിസോർട്ടുകളും ഹോട്ടലുകളും ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ അവിടെയൊക്കെ അതേപോലെ കാണാറുണ്ടല്ലോ. സെയിമാണ് കേട്ടോ. ശരിക്കും നല്ല മഞ്ഞുകാലത്ത് രാവിലെയാണ് അത്ര ഈ ലേക്ക് കാണാൻ ഏറ്റവും ഭംഗി. നമ്മളിപ്പോൾ ഈ വന്ന സമയം ഒരു ടൂറിസ്റ്റ് സീസൺ അല്ല, ടൂറിസ്റ്റുകൾ അധികം വരുന്ന ഏറ്റവും ഭംഗിയുള്ള സമയമല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സമാധാനം, ഭയങ്കര സമാധാനത്തിന് നാടായിട്ട് തോന്നുന്നുണ്ട് എനിക്കിത്. ഇവരവിടെ ഒരു കടയിൽ നിന്നേ ഈ ചൈനീസ് ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിക്കാൻ കേട്ടോ, ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇതും അത് തന്നെയാണ്, ഇവർ ധരിച്ച ഡ്രസ്സും തന്നെ അവിടുന്ന് വാടകയ്ക്ക് എടുത്താണ് കേട്ടോ. ഇവരൊരു വാളൊക്കെ ഉണ്ട്, ആ ഡ്രസ്സിന്റെ കൂടെ ഒരു വാളൊക്കെ ഉണ്ട്. ആ വാളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവര് ബോട്ടിൽ നിന്നിട്ട് ഓരോ ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട്. അങ്ങനെ You can take a bath 6 a.m. tomorrow morning to 6 a.m. That's what I am told. Yeah. Okay. To Maehaus. Okay. Okay, see you. Okay, bye. Okay, nice to meet you. Bye. അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ആ ബോട്ട് റൈഡിന് അവസാനിച്ചു കേട്ടോ. ബോട്ട് റൈഡ് നടന്നതിന് ഞാൻ അറിഞ്ഞില്ല, ഭയങ്കര ബഹളമായിരുന്നു. അവർ ഇതിനകത്ത് കരാട്ടെ പഠിച്ച ആൾക്കാരാണ്, ഇതിനകത്ത് കുറേ ആക്ഷൻസ് ഒക്കെ കാണിക്കൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് പുറത്തിറങ്ങാം.
ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു അങ്ങാടി ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ലാസ്റ്റ് അറ്റം വരെ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത്രയും ഭാഷ അറിയാതെ ഞാൻ കുടുങ്ങിയ ഒരവസരം ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് തായ് ഭാഷ അറിയില്ല, ഭൂരിഭാഗം പേരും മാൻഡറിൻ സംസാരിക്കുന്നവരാണ്. ആക്ച്വലി ഞാൻ റൂം എടുത്തു എങ്കിൽ പോലും എനിക്ക് ഇന്ന് തന്നെ മേ ഹോങ്സോങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറൊരു ഗുണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരൊറ്റ മനുഷ്യനോട് ചോദിക്കാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥ വെച്ചൊക്കെ ഞാൻ നമ്മുടെ ഒരു ട്രാൻസ്ലേഷൻ ആപ്പ് യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നതൊക്കെ അവർക്ക് അവരുടെ ഭാഷയിൽ കാണിച്ചു കൊടുക്കും ആപ്പ്. പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞ അവരുടെ ഡയലക്റ്റിൻ്റെ വ്യത്യാസം കൊണ്ട് അത് ആപ്പിന് മനസ്സിലാവുന്നില്ല. ട്രാൻസ്ലേഷൻ ആപ്പ് വരെ പരാജയപ്പെട്ടു. ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. എന്തായാലും ഇവരുടെ സ്കൂളിൽ ഇംഗ്ലീഷ് കുറേശ്ശെങ്കിലും പഠിപ്പിക്കുന്നുണ്ടാവില്ല. എനിക്കതാ മനസ്സിലാവാത്ത. ഉണ്ടാവില്ല അല്ലേ? ഞാൻ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ചൂണ്ടയിടാം കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. ഒളിയോ? ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ മീനിനെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് പുള്ളി. Can I see? ഏത് ഭാഷയിലാണ് പറയുന്നത്? മീനാ കിട്ടിയിട്ടോ പുള്ളിക്ക്. പുള്ളി എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇരുന്നതുകൊണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പുള്ളി അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഐ എം ഫ്രം ഇന്ത്യ. യുവർ നെയിം? യുവർ നെയിം? Name? I'm Nin. Nin? Yeah. Okay. I'm Ashraf. 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 Nice to meet you. Nice to meet you. Nice to meet you. ബോട്ടുകാരനെ എടുത്തപ്പോൾ എൻ്റെ ചൂണ്ടയിൽ കുരുങ്ങിപ്പോയി. ഈ ബോട്ട് കണ്ട, ഇതൊരു നല്ല ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബോട്ടിൻ്റെ ഡിസൈൻ ഇത് തുഴയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീഡൊന്നും പോകില്ല, ഒട്ടും സ്പീഡ് കിട്ടുന്നില്ല. ഇവന്മാരെന്താ ഇങ്ങനെ ഉണ്ടാക്കിയത് മനസ്സിലാവില്ല എനിക്ക്. വാട്ട് fish food? Khanom pang. High grade. എന്താണ് ഇരയായിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോഴേ Picture. പുള്ളിക്ക് അത് പറഞ്ഞു തരാൻ അറിയുന്നില്ല. പുള്ളി ഒരു ബാഗൊക്കെ ആയിട്ട് സെറ്റായിട്ടാട്ടോ വന്നേക്കണത്. High grade. കവർ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് അവരുടെ ഭാഷ മാത്രമാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. Thai school, okay. Yeah, and 6 to 8 p.m. Go to learn Chinese school. Oh, I will have every students going to 2 schools. Yeah. Why? Because അതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ദശകങ്ങളോളമായി ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവരുടെ മുൻ തലമുറകൾ ആരൊക്കെ ആയിട്ട് വന്നതാണ്. എങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ഭാഷയും സംസ്കാരവും ആചാരങ്ങളൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് ശരിക്കും അവർ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് ഇത്രേ. അതായത് 2 സ്കൂളിൽ പോകും ഇത്ര ഇവർ കുട്ടികൾ. അതായത് രാവിലെ തായ് സ്കൂളിൽ പോകും, ഈവനിങ്ങിൽ 4 മണി മുതൽ 8 മണി വരെ പിന്നെ ചൈനീസ് സ്കൂളിൽ പോകും ഇത്ര. ചൈനീസ് സ്കൂളിൽ ചൈനീസ് ഭാഷയും അതുപോലെ തയ്യായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷ, അത് മ്യാൻമറിലെ ഒരു ഭാഷ എത്രയാണ് അത്. പിന്നെ ചൈനീസിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചൈനീസ് സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ് അത്രേ. അങ്ങനെയാണ് ഇത് അവർ തലമുറകളോളം ഇങ്ങനെ കൈമാറി പോകുന്നത്. കിട്ടിയല്ലോ. What is the name of this fish? Thai language called Panin. Huh? Nin. Nin. Yeah, same my name. ഓക്കെ. നിം എന്നാണ് കേട്ടോ പേര്. പുള്ളിയുടെ പേരും അതന്നെ, പുള്ളി ഇപ്പം പിടിച്ച മീനിൻ്റെ പേരും അതന്നെ, നിം. ഓക്കെ. കുറേ സമയം ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു പുള്ളിയുടെ അടുത്ത്, എന്നും മീൻ പിടിക്കാൻ വരാറുണ്ടോ, എത്ര സമയം വരെ ഇരിക്കുന്നൊക്കെ കേട്ടോ. അപ്പോൾ പുള്ളി കുറേ വൈകും വരെ ഉണ്ടാവും ഇത്ര ഇവിടെ. കാരണം പുള്ളിയുടെ അച്ഛനും അമ്മയാണ് കൂടെ ഉള്ളത്. അവർ കുറച്ചങ്ങോട്ട് ദൂരമുള്ള ഒരു വീട്ടിലത്ര താമസം. അപ്പോൾ പുള്ളിയുടെ വൈഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാണ്, വേറെ ഏതോ സ്ഥലത്താണ്. അപ്പോൾ പുള്ളി ഒറ്റക്കായത് കാരണം ഇവിടെ
ഒരു കഫേ ഉണ്ട് പുള്ളി അവിടെയും താമസം പറഞ്ഞു. പുള്ളിയുടെ കഫേ തന്നെയാണ്, അവിടെയും താമസം, വീട്ടിൽ പോകാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ലേറ്റ് ആകുന്നവരെ ഇവിടെ ഉണ്ടാവും അത്രേ. അപ്പോൾ കഴിഞ്ഞ മാസം ഫിഷിംഗ് ബാൻ ചെയ്തത്രേ. അപ്പോൾ ഇപ്രാവശ്യം ഈ മാസം ആ ബാൻ ഒഴിവായപ്പോൾ ഇപ്പോൾ പുള്ളി മാക്സിമം സമയം ഈവനിങ്ങിൽ ഇവിടെ ഉണ്ടാവുന്നത്. പുള്ളിയുടെ കഫേ രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണിക്ക് ക്ലോസ് ചെയ്യുന്ന കഫേയാണ്. അപ്പോൾ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഇവിടെ വന്നിരിക്കും അത്ര. കഴിഞ്ഞ മാസം നമ്മുടെ ട്രോളിംഗ് നിരോധനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ആ മാസത്തിൽ മീൻ പിടിക്കാൻ പറ്റില്ല അത്രേ. അതുപോലെ ഈ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയത്തും ഇവർ മീൻ പിടുത്തം ഉണ്ടാവില്ല, ബാക്കിയുള്ള സമയത്ത് അത്ര മീൻ പിടിക്കുക. ഇപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ബിയറൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ ബ്രദർ, ഐ എം ലീവിങ്. Thank you. Nice to meet you. Bye. Good night. Thank you. Good night. Good night. Have a good day. Thank you. Bye. Bye. പുള്ളിയോട് ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഏതാണ്, ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏതാ ചോദിക്കായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഒരെണ്ണം കാണിച്ചു തന്നിട്ടുണ്ട്. അത് പക്ഷേ ഒരു റിസോർട്ടാണ്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇത്ര. ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. എന്തായാലും പോയി നോക്കാം. മഴ തുടങ്ങുന്നു, ഞാൻ അതാണ് എണീറ്റ് പോകാൻ തീരുമാനിച്ചത്. അവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ മഴ ചാറി തുടങ്ങി. പുള്ളി പറഞ്ഞു തന്ന റിസോർട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പം മുതലായ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ അതിൻ്റെ പുറകിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലേക്കാണ് കേട്ടോ. ആ ലേക്കിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ആ ഭാഗത്തേക്കുള്ള വ്യൂ നോക്കിയേ. അതായത് ഞാൻ ഇത്രയും നേരം ഇരുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് മലയല്ലേ, അതിൻ്റെ മുകളിലൊക്കെ റിസോർട്ടുകളും വീടുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലൈറ്റുകൾ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. കൊള്ളാമല്ലേ. ഇവിടെ വന്നുകൊണ്ട് ഫുഡ് കിട്ടിയില്ലെങ്കിലും നല്ലൊരു വ്യൂ കിട്ടി. ഫുഡിന് നമ്മൾ ആദ്യം കഴിച്ചില്ലേ ആ ഭാഗത്തിന് പോയി നോക്കണം കേട്ടോ. ഇവർ ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ചിലപ്പോൾ നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. ഇനി അവിടെ പോയിട്ടും കിട്ടിയില്ലെങ്കിൽ അടിപൊളിയാവും. എന്തായാലും നേരത്തെ പോലെ ചിത്രം നോക്കിയിട്ടൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു റൈസും പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറച്ച് മീറ്റ്, അത് ബീഫാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് മാറ്റി ചിക്കനാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കൊണ്ടട്ടെ. ഭക്ഷണം വന്നു കേട്ടോ. ചോറും നല്ല അടിപൊളി ഒരു ഐറ്റം ചിക്കനും പിന്നെ കുറച്ച് പച്ചക്കറികളും ഇലകളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ കഴിച്ചിട്ടോ. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ശരിക്കും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഭാഷയാണ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ നാളെ രാവിലെ എനിക്ക് ഇവിടുന്ന് പുറപ്പെട്ടേ തീരുള്ളൂ. രാവിലെ 8 മണിക്ക് ആ വണ്ടി തിരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അത് ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു മാർഗ്ഗമല്ല കേട്ടോ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര മോശം കേട്ടോ. മോശം മീൻസ് ഒട്ടും ഇല്ല, വളരെ കുറവ് സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ പുറപ്പെട്ടിട്ട് നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചെ ഒരു 4 മണിക്ക് മുമ്പെങ്കിലും എനിക്ക് ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തണം. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്ത് അങ്ങോട്ട് എത്തുന്നുണ്ട്. പുള്ളിയോട് ഞാൻ വാക്ക് പറഞ്ഞു പോയി അങ്ങോട്ട് ചെല്ലാമെന്ന്. പുള്ളി വരുന്നത് കൊണ്ട് എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ. എന്നെ പ്രതീക്ഷ പുള്ളി വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഏരിയ എനിക്ക് ഇനിയും കുറേ കറങ്ങാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴാണ് തായ്ലൻഡൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായി വന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് പോവേണ്ട സമയമായി. സാറില്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ അവസരങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുവെച്ചെങ്കിൽ വീണ്ടും ഈ വഴിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്കും ഒരു സംവിധാനം ഇവിടെ ഏതൊരു ലോക്കൽ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോഴാണ് ഭാഷയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണാനും ഇൻഫർമേഷൻസൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞാൻ റൂമിലേക്ക് പോയിട്ടോ. അങ്ങനെ പോയിട്ട് കിടന്നുറങ്ങി. ഇനി എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.